ഇന്ന് വീണ്ടും ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ. എന്നത്തെയും പോലെ രാത്രിയല്ല, പകലാണെന്നൊരു വ്യത്യാസമേ ഉള്ളൂ. പകലെന്ന് തന്നെയല്ല, നല്ല ഉച്ചയോടടുപ്പിച്ച സമയമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ചൂടുമുണ്ട് കേട്ടോ. വെളിയിലത്തെ കാലാവസ്ഥയൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം ചൂടുണ്ടെന്ന്. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. എന്നാലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോവുക കേട്ടോ. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ ദാഹിക്കാൻ തുടങ്ങി. ദാഹം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ദാഹം. അപ്പോൾ ആതിരക്കാർക്ക് പരിചയമുള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒരു കരിക്കും കുടിച്ചേച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തി കരിക്കൊക്കെ കുടിച്ചേച്ചാണ് പോയത്. അപ്പോൾ ആതിരക്കാർക്ക് നേരത്തെ പരിചയമുള്ള ഷോപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് സമയം സംസാരിച്ച് വെച്ചൊക്കെയാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ട്രിവാൻഡ്രം എത്തി. ട്രിവാൻഡ്രം പോയാൽ പിന്നെ എപ്പോഴും ലുലുമാളിൽ പോവാറുണ്ട്. ചെറിയ ചെറിയ ഷോപ്പിങ്സ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞേച്ച് നമ്മൾ ഇറങ്ങാറുള്ളൂ. അതും കഴിഞ്ഞ് ഞങ്ങൾ പോയത് ആതിരക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവിടെ പോയി നമ്മളൊരു ഓസ്കാർ ഫിഷിനെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു പെറ്റ് ഷോപ്പിൽ കയറി. കുറേ സമയമായി, ഈവനിങ് അടുപ്പിച്ചിട്ടുള്ള ടൈമായി. അപ്പോൾ ഇതൊക്കെ നോക്കി കണ്ടുപിടിച്ച് ഒരു ഓസ്കാർ ഫിഷിനെയൊക്കെ വാങ്ങി കേട്ടോ. ഓസ്കാർ ഫിഷിനെ വാങ്ങിയെന്ന് മാത്രമല്ല, വാങ്ങി അതേ രാത്രി തന്നെ അതിന് വേണ്ട സെറ്റിങ്സൊക്കെ ചെയ്ത് ഷോപ്പിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഷോപ്പിൽ വരുമ്പോൾ എല്ലാവർക്കും കാണാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് കാണുന്നതൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ഓരോരോ ഒന്നായിട്ട് വാങ്ങുന്നുണ്ട്. ഒരു സൈഡിൽ നിന്നൊരു സൂ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോക്കോടെ കൂടിനടുത്ത് ഒരാൾക്കൂടുള്ള കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ ഞാനും ആ ടൈമിൽ ചുറ്റി നടന്ന് അവിടുത്തെ പെറ്റ്സിനെയൊക്കെ ഒന്ന് കണ്ടു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ടൈമായി. തിരിച്ചെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. നല്ല മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴ. അപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പം ആതിരക്ക പറഞ്ഞു ആമസോണിൽ പോകാമെന്ന്. ആമസോൺ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുന്നൊരു ഷോപ്പ് അത്രേ ഉള്ളൊരു എൻ്റെ മൈൻഡിൽ അങ്ങനെയാണ് വന്നത്. എന്തായാലും പോയേക്കാം, കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആമസോണിൽ പോകാൻ വേണ്ടി നമ്മൾ പോയി. ഒരു രക്ഷയില്ലാത്ത മഴ, വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും പാർക്ക് ചെയ്ത് വെച്ച് ഞങ്ങൾ ആമസോണിലെത്തി. ആമസോൺ കണ്ട് ഞാൻ ഞെട്ടി. ഇതൊരു പബ്ബാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ പബ്ബിൽ വരുന്നത്. വേറൊന്നിനുമല്ല, ആതിരക്കാർക്കൊരു കമ്പനി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് പബ്ബിൽ കയറിയത് കേട്ടോ. അത് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്നാലും അതും ആഗ്രഹവും അങ്ങ് സാധിച്ചു കിട്ടി. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ നനഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങ് പോരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് കാണാം.